കുട്ടനാട് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ വികാരമാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. അത് കുട്ടനാട്ടുകാർക്ക് അത്ര ബോധ്യമില്ലെന്നേ ഉള്ളൂ. പക്ഷേ പൊതുവെ മറ്റ് പല സ്ഥലങ്ങളും കണ്ടവർക്കറിയാം ഏറ്റവും മനോഹരമായ ഒരു നാടാണ് കുട്ടനാട്. ഞാൻ കുട്ടനാട്ടിൽ ചെന്ന ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങൾ കുട്ടനാട്ടിലെ സൂര്യാസ്തമയം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ എന്ത് സൂര്യാസ്തമയം, ഇവിടെ സൂര്യാസ്തമയം കാണണമെങ്കിൽ ആലപ്പുഴ കടൽത്തീരത്ത് ചെല്ലണം. ഞാൻ പറഞ്ഞു അതല്ല, കുട്ടനാട്ടിലെ വയലുകളുടെ നല്ല പച്ചവിരിപ്പ് പോലുള്ള വയലുകളുടെ നടുവിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ അങ്ങനെ അസ്തമിച്ചിറങ്ങും, അത് കാണേണ്ടതാണ്. അവർ ഈ പിതാവ് എന്നെ ഇതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നത്, ഒന്നും വലിയ കാര്യമുള്ളതല്ല എന്നാണ് അവരുടെ ചിന്ത. എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം, ഇത്രയും സാധ്യതകളുള്ള ഒരു സ്ഥലം, ഒരു കാലത്ത് സമൃദ്ധിയുടെ ഒരു നാട്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ കെട്ടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കുട്ടനാട്ടിലേക്കായിരുന്നു കെട്ടിച്ചു വിടുന്നത്. കാരണം ഇവിടെ നെല്ലുണ്ട്, അതുകൊണ്ട് പട്ടിണിയില്ല, പശുവുണ്ട്, തെങ്ങുണ്ട്, അത്യാവശ്യം ജീവിച്ചു പോവാം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ വലിയ പ്രബല കുടുംബങ്ങൾ തന്നെ കുട്ടനാട്ടിൽ വരാനൊരു കാരണം അതായിരുന്നു. ഇതൊരു സമൃദ്ധിയുടെ നാടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് കുട്ടനാട്ടിലോട്ട് ഇപ്പോൾ പെണ്ണ് കെട്ടിച്ചു വിടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെത്തി. ഇതിനകത്ത് വെള്ളപ്പൊക്കം ഒരു പ്രശ്നമാണ്. അതോടൊപ്പം നമുക്ക് ഈ കുട്ടനാടിൻ്റെ സാധ്യതകളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കാത്തത് ഒരു പ്രശ്നമാണ്. പിന്നെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയും നല്ല ഭരണം ഇല്ലാത്തതിൻ്റെയും ഒരു പ്രശ്നമാണ്. അത് ഏത് മുന്നണിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏത് മുന്നണിയാണേലും കുട്ടനാട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്കൊരു മാസ്റ്റർ പ്ലാൻ അല്ലേ ഈ കുട്ടനാടിനെ എങ്ങനെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്ത രീതിയിൽ വളർത്തിക്കൊണ്ട് വരാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരത് പരിഹരിക്കുന്നു എന്നല്ലാതെ കുട്ടനാട് എവിടെ എത്തിച്ചേരണമെന്നോ ഏത് തലത്തിൽ പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ടൂറിസം മേഖല മാത്രം നോക്കിയാൽ മതി, കുട്ടനാട്ടിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി കാര്യങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് എൻ്റെ കാരണം. നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത വിചാരിച്ചാലോ പ്രൈവറ്റ് ഏജൻസികൾ വിചാരിച്ചാലോ ഒന്നും കുട്ടനാട്ടിൽ വലിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് ഗവൺമെൻറ് തന്നെ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷൻ വന്നു, കുട്ടനാട് പ്രോജക്റ്റ് വെച്ചു. പക്ഷേ നമുക്കറിയാതെ അതിൻ്റെ അവസ്ഥ എന്തായി. അതിനകത്ത് കുട്ടനാട് പ്രോജക്റ്റിൽ അനുവദിച്ച പണം പോലും വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെയും വിനിയോഗിച്ച പണം ശരിയായിട്ട് വിനിയോഗിക്കാതെയും അത് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു കുട്ടനാട്ടുകാരുടെ തന്നെ ഒരു ഇച്ഛാശക്തിയാണ്. ഞങ്ങളുടെ നാട് ഇങ്ങനെ കിടന്നാൽ പോരാ എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അല്ലാതെ 2 ആഴ്ച വെള്ളക്കെട്ട് വന്നാൽ ഉടനെ കിഴക്കെങ്ങാനും സ്ഥലം കിട്ടുമെന്ന് അന്വേഷിച്ച് പോവുക എന്നുള്ളതിനേക്കാളും ഈ നാട്, നമ്മളെ ഇത്രയും ആക്കിയ ഈ നാട്, ഇത്രയും മനോഹരമായൊരു സംസ്കാരം നിലനിന്ന ഈ നാട്, അത് നിലനിൽക്കണമെന്നൊരു വലിയ ആഗ്രഹം കുട്ടനാട്ടുകാർക്ക് തന്നെ ഉണ്ടാവുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണ്ടാവണം. നമ്മുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗവൺമെൻറ്റിൽ എത്തിക്കാനും നിരന്തരമായിട്ട് കുട്ടനാടിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താനും അതുപോലെ ബജറ്റുകളിലൊക്കെ വിഹിതം കൂട്ടിവെച്ച് ഈ കുട്ടനാടിനെ രക്ഷപ്പെടുത്തണമെന്നും ഒക്കെ ആഗ്രഹമുള്ള രാഷ്ട്രീയ നേതൃത്വം, ഇച്ഛാശക്തിയുള്ള നേതൃത്വം വേണം. അതും ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ നമുക്കിതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുകൾ വേണം. ഇവിടെ നമുക്ക് വിദഗ്ധരായ നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് എല്ലാം പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഓൺലൈൻ ചാനൽ വന്ന് എന്നോട് ഇങ്ങനെ കുട്ടനാട്ടിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടനാട്ടിൽ തോടുകളും അതുപോലെ കായലും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. അതൊന്ന് ആഴം കൂട്ടിയാൽ വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് വേമ്പനാട് കായലിൻ്റെ 60% സംഭരണശേഷി കുറഞ്ഞു പോയി എന്നൊക്കെ പറയപ്പെടുന്നു. അത് ഒരു അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പം ഞാനതെല്ലാം പറഞ്ഞപ്പോൾ കുട്ടനാട്ടിൽ നിന്നും തന്നെ ഒരു ജോണി എന്നെ വിളിച്ചു. ജോണി ഇവിടെ ഇതിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പിതാവേ, വേമ്പനാട്ട് കായൽ ആഴം കൂട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കം മാറത്തില്ല. കാരണം സമുദ്രനിരപ്പ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ വേമ്പനാട്ട് കായലിൽ സ്ഥലമുണ്ടെങ്കിൽ സമുദ്രത്തിൽ നിന്ന്
ജലം ഇങ്ങോട്ട് കയറത്തേ ഉള്ളൂ, അല്ലാതെ പോകത്തില്ല. അപ്പോൾ സമുദ്രനിരപ്പ് താഴ്ന്നു നിന്നാൽ എത്ര മഴ പെയ്താലും കുഴപ്പമില്ല, കുട്ടനാട്ടിലെ വീടുകളിൽ വെള്ളം കയറുന്നില്ല. അപ്പോൾ അതിന് പരിഹാരം എന്താണ്? സമുദ്രനിരപ്പ് ഉയർന്നു നിൽക്കുമ്പോൾ വെള്ളം പമ്പ് ചെയ്ത് കളയുക എന്നുള്ളതാണ് മാർഗം. അത് അദ്ദേഹം പറഞ്ഞത് ഹോളണ്ടിലൊക്കെയുള്ള പാമ്പൻ പമ്പുകൾ ഉപയോഗിച്ച്, വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയണം. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും ഒക്കെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. നമുക്കൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ അപ്പോൾ ഇങ്ങനെ ശരിയായ രീതിയിലുള്ള പരിഹാരങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്താണ് പരിഹാരമെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. ഒരിടയ്ക്ക് പറഞ്ഞു, നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി നമ്മുടെ ഈ AC കനാൽ തുറക്കണം. കുറച്ചാണ് കഴിയുമ്പോൾ പറഞ്ഞു അത് തുറന്നിട്ടും കാര്യമില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതാ ശരിയെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും ശരിയായ കൃത്യമായ പരിഹാരങ്ങൾ വിദഗ്ധരായവർ പഠിച്ച് അത് നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളത് പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ചിന്തകളും ചർച്ചകളും ഏറെ സഹായിക്കും. നമുക്ക് ഇനി ഞാൻ വെറുതെ ഒരു ദിവസം ഗൂഗിളിൽ കുട്ടനാട് സ്റ്റഡീസ്ന്നോ കുട്ടനാട് പ്രോജക്റ്റ് എന്നോ മറ്റോ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് കുട്ടനാടിനെ കുറിച്ച് പഠിക്കാൻ ഈ സർക്കാരുകൾ എത്ര പേരെയാണ് ഹോളണ്ടിൽ വിട്ടിട്ടുള്ളത്. എല്ലാ സർക്കാരുകളും, എനിക്കൊന്ന് ഈ സർക്കാർ വിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇതിനു മുമ്പുള്ള സർക്കാരുകളെല്ലാം ഹോളണ്ടിലോട്ട് ആളെ വിട്ടിട്ടുണ്ട്. അവരെല്ലാം പഠിച്ച് റിപ്പോർട്ടുകൾ ഇവിടെ കൊടുക്കും. ഒന്നും രണ്ടും അല്ല, പല റിപ്പോർട്ടുകളുണ്ട് ഹോളണ്ടിൽ പോയി പഠിച്ചുള്ള റിപ്പോർട്ടുകൾ. അതെല്ലാം ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. പക്ഷെ അത് വായിച്ച് പിന്നെ ആരെങ്കിലും നോക്കിയൊന്നും നമുക്കറിയത്തില്ല. ഹോളണ്ടിൽ പോകുന്നൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണ് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കാത്തതെന്ന് നമുക്കതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. നമുക്ക് സർക്കാരിനോട് നമുക്കിതൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മളിത് പല പ്രാവശ്യം, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും സർക്കാരിൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. പിതാക്കന്മാരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല മേഖലകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പല ഉറപ്പുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാകുന്നില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമാണുള്ളത്.